ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1.5 മീറ്റർ തുണി കൊണ്ട് എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത്. 1.5 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെയുള്ള ഒരുപാട് വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന വീഡിയോ ആണ്. ഇത് നീളത്തിൽ നമ്മൾ 1.5 മീറ്റർ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് വീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് മടക്കി നമ്മൾ വീതിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഫോൾഡ് ചെയ്ത വശമോ അല്ലാത്ത വശമോ ഏതെങ്കിലും ഇഷ്ടമുള്ള വശം നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മളിത് ഫുള്ള് ലോക്ക് ചെയ്ത് വേണം ലാസ്റ്റ് എടുക്കാനായിട്ട്. ഇനി ഓരോന്നും നമുക്ക് മാർക്ക് ചെയ്യാം. തേര് വശമാണ് മുകളിൽ വരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ 2.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ് ഫസ്റ്റ്. ഇത് ബാക്ക് സൈഡിൻ്റെ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഓരോന്നും ഞാൻ പറഞ്ഞു പോകാം പിന്നീട്. ഇപ്പം മാർക്കിങ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എലാസ്റ്റിക്കാണ് വേണ്ടത്. ഞാൻ തീരെ ചെറിയ എലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 1.5 മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ വീതി കൂടി എലാസ്റ്റിക് ആണെങ്കിൽ 2 ഇഞ്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കൊരു ടോപ്പ് എടുത്തപ്പോൾ അതിന് സെയിം കളർ പാൻറ്റ് എനിക്ക് റെഡിമെയ്ഡ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് തുണി എടുത്തിട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 1.5 മീറ്റർ തുണി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്ക്കുന്നത്. XXL സൈസാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ലെങ്ത്ത് ഞാൻ എടുത്തത് 36, ടോട്ടൽ എനിക്ക് വേണ്ട ലെങ്ത്ത് 36. പിന്നെ ഒരു 2.5 ഇഞ്ചാണ് താഴേക്ക് വേണ്ട തയ്യൽ തുമ്പ്. കറക്റ്റ് 2.5 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു അളവിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കിട്ടും. ഈ ടോട്ടൽ ഈ തുണിയുടെ വീതി എന്ന് പറഞ്ഞാൽ 42.5 ഇഞ്ചാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീതിയുള്ള തുണി വേണം നിങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ഈ തയ്യൽ തുമ്പ് സഹിതമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ അരയ്ക്ക് ചിലർ ഇങ്ങനെ റൗണ്ട് പിടിക്കുമ്പോൾ പലർക്കും സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. സ്ലിറ്റിൻ്റെ വണ്ണം നമുക്ക് നോക്കാം. എനിക്ക് കറക്റ്റ് വണ്ണം ഞാൻ എടുക്കുന്നത് 11.5 അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസൂടെ കൂട്ടി 13.5 ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. അത് എളുപ്പമാണല്ലോ എല്ലാവർക്കും ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെ സ്ലിറ്റിൻ്റെ വിരിവ് തയ്യൽ തുമ്പ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ഫിറ്റാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സ്ലിറ്റിൻ്റെ എത്രയാണോ എപ്പോഴും കുർത്തിയിൽ മാർക്ക് ചെയ്യുന്നത് അതിൽ നിന്ന് 2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. അപ്പോൾ 13.5 നമുക്ക് കിട്ടും. ഇനി വേണ്ടത് ഈ ബെൽറ്റിൻ്റെ എല്ലാം താഴെ നിന്ന് വേണം എടുക്കാനായിട്ട്. ക്രോച്ചിൻ്റെ ലെങ്ത്ത് ഒരു XXL വരെയും ഉള്ള അളവുകാർക്ക് ഞാൻ ഈ എടുക്കുന്നത് തന്നെ സെയിം നിങ്ങൾ എടുത്തു കൊടുത്താൽ മതി. ഏകദേശം തന്നെ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 12 എടുക്കുന്നത്. പിന്നെ XXL 4XL വരുമ്പോഴാണ് കുറച്ച് ഒരു 1/2 ഇഞ്ച് കൂടെ നിങ്ങൾക്ക് കൂട്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഞാൻ 12 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ച് കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇതേപോലെ മാർക്ക് ചെയ്ത്. അപ്പോൾ അത് കൂട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് XXLകാർക്കൊക്കെ കൂട്ടി അങ്ങോട്ട് വീതി കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് വണ്ണം അങ്ങോട്ട് ഇരിക്കുമ്പോൾ കറക്റ്റ് ആവത്തില്ല. അപ്പോൾ XXL വരെ ഉള്ളവർക്ക് ഞാൻ ഈ എടുക്കുന്ന അളവും ഇത്രയും തുണിയും കറക്റ്റാണ്. ഇനി അടുത്തത് താഴ്ഭാഗത്താണ്. ഇവിടുത്തെ നമുക്കൊരു 6 ഇഞ്ചൊക്കെയാണ് നമ്മുടെ താഴ്ഭാഗത്തെ ആ ഒരു കാലിൻ്റെ വണ്ണം വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്ത്. എന്നിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യില്ല, ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് അതാവുമ്പോൾ മടക്കി തയ്ക്കുമ്പോൾ കൃത്യം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ സ്കെയിലോ എന്തെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അത് കുഴപ്പമില്ല, നമുക്ക് ഷേപ്പ് ചെയ്ത് നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തു. പിന്നെ ഈ ഫോൾഡ് ചെയ്ത വശമാണ് ഞാനിപ്പം കയ്യിൽ പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്ക് ഈ റെഡിമെയ്ഡും പോട്ടെ ചുരിദാർ സെറ്റ് എടുക്കത്തില്ല. അപ്പോൾ പാൻറ്റിന് 2 മീറ്ററൊക്കെ വീതി വരത്തുള്ളൂ. അപ്പോൾ മിക്കവരും ഇപ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റ് തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് തികയാതെ വരുമ്പോൾ ഇത് നമ്മൾ മുകളിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്ത്ത് കൂട്ടി എടുക്കുന്നത് നമ്മൾ ചെയ്യാറുണ്ട് മിക്കപ്പോഴും. അപ്പോൾ അത് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് ലെങ്ത്ത് കൂട്ടുന്നതെന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. ഇതെന്ന് പറയുമ്പം ലെങ്ത് ഉണ്ട്, പക്ഷേ 2 മീറ്ററൊക്കെ ചിലപ്പോൾ ഒട്ടും ലെങ്ത്ത് കാണത്തില്ല നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ നീളം കൂട്ടി എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലേ നമ്മളിതുപോലെ കട്ട് ചെയ്തു. ഇനി വേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ഇതിലേക്ക് ഇങ്ങനെ വരച്ചാൽ മതി. ഇതെന്തിനാണെന്നറിയാവോ, നമ്മൾ ഇരിക്കുമ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെ വലിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ഡിസ്കംഫേർട്ടാണ്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ ഫ്രണ്ടും ബാക്കും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും. നമ്മൾ ഈ ബാക്കിൽ ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ഫിറ്റായിട്ടും നല്ല കംഫർട്ടായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഇതിങ്ങനെ കറക്റ്റ് ഇതേപോലെ തന്നെ കട്ട് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രോച്ചിൻ്റെ ഭാഗത്ത് വേണം മുകളിലേക്ക് ഇങ്ങനെ നിർത്താനായിട്ട് കേട്ടോ. തിരിഞ്ഞായി പോവരുത്, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ 2 പീസ് ഞാൻ ആദ്യത്തേത് പിടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം.
ഫ്രണ്ട് സൈഡിന് നമുക്ക് ഇതുപോലെ വേണ്ട, ബാക്ക് സൈഡിൻ്റെ 2 പീസിന് മാത്രം മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ബാക്ക് സൈഡിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് നമ്മൾ നിർത്തി. ഫ്രണ്ട് സൈഡ് നമ്മൾ എലാസ്റ്റിക്കിന് 1.5, ലെങ്ത്ത് നമ്മൾ 36 എടുത്തു. പിന്നെ ഇവിടുത്തെ വിരിവ് നമ്മൾ ടോട്ടൽ എത്രയാണ്? 15 കൊടുത്തത്. പിന്നെ ഇവിടെ നമുക്ക് 6 അതിൻ്റെ തയ്യൽ തുമ്പും നമ്മൾ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഒരെണ്ണം ഫോൾഡ് ചെയ്ത് വശമാണ് ഇവിടം, അതും കൂടെ ഞാനങ്ങ് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 4 പീസായിട്ടുണ്ട്. കണ്ടല്ലോ? ഇനി നമുക്ക് തയ്ക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫ്രണ്ട് സൈഡ് പീസ് 2 എടുത്തിട്ട് ഈ ക്രോച്ചിൻ്റെ ഭാഗം നമുക്ക് തയ്ച്ചുകൊണ്ട് വരണം. ബാക്ക് സൈഡും അതേപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കണം. ഇതാ ഫ്രണ്ട് സൈഡ് 2 പീസ് പിടിച്ച് നമ്മൾ തയ്ച്ചു. ബാക്ക് സൈഡിൻ്റെ ഈ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാ ഈ 2.5 ഇഞ്ച് മുകളിലേക്ക് നിൽക്കുന്നത്, അതും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇത് ബാക്ക് സൈഡ് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന വശം, ഇത് ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഇത് നല്ല വശവും കൂടെ ഒരുമിച്ച് നമ്മൾ വെച്ചു. അപ്പോൾ കണ്ടോ, ബാക്ക് സൈഡിന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത് അതേപോലെ വരും. ഇനി ഈ സൈഡ് നമുക്ക് ഒരുപോലെ യോജിച്ചതാ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് ഇവിടെ വരെ തയ്ച്ചെടുത്തിട്ട്, ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നിങ്ങൾ എത്രയാണോ ഇട്ട് കൊടുത്ത് അത് മാർക്ക് ചെയ്യുക. ഇനി ഓപ്പണിങ് നമ്മൾ ശകലം ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ നമുക്കിവിടെ വരെ തയ്ച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് തുണിയിട്ട് മുകളിലേക്ക് തയ്ക്കുകയാണ്. അപ്പോൾ ഈ 4.5 ഇഞ്ച്, അപ്പോൾ നിങ്ങൾ 4.5 ഇഞ്ചെന്ന് മാർക്ക് ചെയ്താൽ മതി. ഞാൻ ചെയ്ത പോലെ ആണെന്നുണ്ടെങ്കിൽ ഈ 4.5 ഇഞ്ച് സ്പേസ് വിട്ടേക്കണം. അപ്പോൾ ഇത് ഞാൻ തയ്ക്കുന്ന കാണിച്ചു തരാം. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ തയ്ക്കുകയാണ്. എന്നിട്ട് ഈ 4.5 താഴേക്ക് നമ്മൾ വിട്ടില്ലേ, അത്രയും ഭാഗം തയ്ക്കരുത്. ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തി വീണ്ടും നമ്മൾ മുകളിലേക്ക് തയ്ക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ തുണി ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, ഇങ്ങനെ നമ്മൾ തയ്ക്കുന്നത് കാരണം. അപ്പോൾ അത് ലോക്ക് ചെയ്ത് എടുക്കേണ്ടി വരും. ഇവിടെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് ഈ തുമ്പ് ഒന്ന് 1/2 ഇഞ്ച് മടക്കി തയ്ച്ചു കൊടുക്കണം. റോങ് സൈഡിലേക്ക് തന്നെയാണ് കേട്ടോ, മറ്റേതും അതേ വീതിയിൽ തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഇത് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ആ തുമ്പ് തയ്ച്ചില്ലേ ആ ഭാഗം മാത്രം ഒന്ന് ലോക്ക് ചെയ്യുക. ഇതാ കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഇത്ര മാത്രം നമ്മളൊന്ന് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി വേണ്ടത് ഈ ഇവിടം ഒരു ഓപ്പണിങ് കിട്ടും, അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇത് തമ്മിലിങ്ങനെ മുട്ടിച്ച് ചേർത്ത് തന്നെ പിടിക്കണം. അവിടെ ഹോള് വരരുത്, ചേർത്ത് തന്നെ പ്രസ് ചെയ്ത് കൃത്യം നടുക്കായിട്ട് തന്നെ പിടിച്ചിട്ട് ഒരു പീസ് ഇതുപോലെ പിടിച്ച് നമുക്ക് അവിടം വരെ തയ്ച്ചെടുക്കണം. ഫുള്ള് താഴേക്ക് തയ്ക്കരുത്, ആ ജോയിൻ്റെ ആ ഭാഗം മാത്രം ഇവിടെ വരെ മാത്രമേ തയ്ക്കാവുള്ളൂ. കണ്ടോ? ഇവിടെ വരെ മാത്രം തയ്ച്ച് ബാക്കിലേക്ക് വീണ്ടും ലോക്ക് ചെയ്തെടുക്കുക. അടുത്തത് ഇതേപോലെ തന്നെ, അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ മറ്റേത്തെ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നിവർത്തി കറക്റ്റ് സ്ലിറ്റാക്കി എടുക്കാൻ പറ്റത്തില്ല, കയറി പിടിച്ചിരിക്കും. അതുമല്ല തീരെ തയ്ക്കാതിരുന്നാൽ അവിടെ ഹോള് വീഴുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് വെക്കരുത്. ഞാൻ കാണിച്ച പോലെ തന്നെ ആദ്യത്തെ ഒരു പീസ് തയ്ക്കുക, പിന്നെ അടുത്ത പീസ് തയ്ക്കുക. ഇത് നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരുമിച്ച് ചേർത്ത് തയ്ച്ചാൽ തിരിച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവരത് കണ്ടു നോക്കുക. നല്ല സൂപ്പർ വീഡിയോ ആണ്. നമ്മൾ നന്നായിട്ട് അതിനകത്ത് പറഞ്ഞ് ഓരോന്നും കാണിച്ചാണ് ഞാനത് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഐ ബട്ടൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മുകളിൽ തെളിഞ്ഞ് വരും, അതാണ് ഐ ബട്ടൺ. ഇതേപോലെ സ്ലിറ്റ് നമ്മൾ ചെയ്തെടുത്തു. കണ്ടോ? നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടി. ഇനി വേണ്ടത് തിരിച്ച് വേണം, നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് മടിയാണ്, ഞാൻ അയൺ ചെയ്യാനായിട്ട് എനിക്ക് എഴുന്നേക്കാൻ മടിയാണ്. അപ്പോൾ നിങ്ങൾ അയൺ ചെയ്യുവാണെങ്കിൽ അത്രയ്ക്ക് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഇനി അറ്റം വരെ ഒരേ വീതിയിൽ തയ്ച്ചെടുക്കുക. ഞാനത് ലാസ്റ്റ് മാത്രമേ പിന്നീട് അയൺ ചെയ്ത് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് ഇങ്ങനെ ചേർത്തൊന്ന് പിടിച്ചിട്ട് ഈ എൻഡിൽ ജസ്റ്റ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് വേണമെന്നില്ല ഈ സ്റ്റിച്ച്, ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നീട് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ
തുമ്പിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഞാനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇവിടെ മുതലാണ് നമ്മുടെ മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് താഴേക്ക് നമുക്കൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ വണ്ണം ഒരു 9.5 കൊടുക്കാം നമുക്ക്. അപ്പോൾ വണ്ണം കുറഞ്ഞവർക്ക് 1/2 ഇഞ്ച് കുറച്ച് 9 എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചെറിയ അളവിൽ നമുക്ക് ഓരോരുത്തരുടെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടുന്ന് ഒരു 5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്കൊരു 7.5 മാർക്ക് ചെയ്യാം. കുറച്ച് ലൂസിലാണ് ഞാൻ ഇടുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഫിറ്റാവുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ ഫിറ്റായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറേ നേരം അങ്ങനെ നിൽക്കുമ്പോൾ വേദന ഉണ്ടാവും. പിന്നെ തയ്ക്കാനൊക്കെ ഇരിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. താഴ്ഭാഗത്ത് ഞാൻ 6 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് താഴ്ഭാഗം മാത്രം ഞാൻ കറക്റ്റ് കാല് കടത്താനുള്ള ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ടൈറ്റായിട്ട്, ഒരുപാട് ടൈറ്റല്ല, ചെറിയൊരു ടൈറ്റ് ഇരിക്കുമ്പോൾ അത്രേ വരത്തുള്ളൂ. നിൽക്കുമ്പോൾ എനിക്ക് നല്ല ലൂസായിട്ട് ഇരിക്കും. അങ്ങനെയാണ് എനിക്കിഷ്ടം. അപ്പോൾ എന്നിട്ട് ഇത് നമുക്ക് തയ്ച്ചെടുക്കാം. ഓരോരുത്തർക്ക് ചിലർക്ക് നല്ല ഫിറ്റായിട്ട് പിടിച്ചിരിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് ഇത്തിരി ലൂസാണ് ഇഷ്ടം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 2 വശവും നമ്മൾ ഒരേപോലെ തുല്യമായിട്ട് പിടിച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വശവും സെപ്പറേറ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പുറത്തെ വശത്തേത് ഒപ്പി അപ്പുറത്തേക്ക് എടുക്കാം. അങ്ങനെ വേണേലും ചെയ്യാം. എന്നിട്ട് തുമ്പ് നമ്മൾ 1/2 ഇഞ്ച് മാത്രം ഇട്ടിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്യുകയാണ്. നമുക്ക് ലോക്ക് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് എടുക്കാം. ഇനി നമ്മളെ ബെൽറ്റിൻ്റെ ഭാഗമാണ്. നമ്മൾ 1.5 ഇഞ്ച് വിട്ടല്ലോ, അത് നമ്മൾ മടക്കി ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് സൈഡാണിത്. പിന്നെ ഇങ്ങനെ നമ്മൾ തയ്ച്ച് കൊണ്ടുവരിക. ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ബാക്ക് സൈഡിൽ നമ്മൾ കുറച്ച് വീതി മുമ്പോട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ചെറിയൊരു ചുളിവ് വരും. അപ്പോൾ ആ ചുളിവ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. 1/2 ഇഞ്ച് മടക്കുക, ഒരു 1 ഇഞ്ച് വീതിയിലെടുക്കുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ കറക്റ്റ് നടുക്ക് വെക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ചുളിവ് വരും. അതിങ്ങോട്ട് ചെറിയൊരു ഫ്ലീറ്റ് പോലെ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഇവിടം കറക്റ്റ് നടുക്ക് തന്നെ ആയിരിക്കണം. ഇവിടം ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക. കണ്ടോ, തെന്നി മാറരുത്. ബാക്ക് സൈഡിൻ്റെ പോയിൻറ്റുകൾ കൃത്യമായിരിക്കണം. എന്നിട്ട് ഇത് മടക്കുക. ഇവിടെ ആ ഞുറിവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ വരുന്ന ആ ഞുറിവ് അവിടെ തന്നെ അതങ്ങ് സെറ്റാവും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒട്ടും തന്നെ ചുളിവ് വരത്തില്ല. പിന്നെ ഇത് എലാസ്റ്റിക് ഇടുമ്പോൾ ഒട്ടും തന്നെ കാണാനും പറ്റത്തില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കും. കണ്ടോ, ഫുള്ളായിട്ട്. എന്നിട്ട് ഈ ഒരു 1.5 ഇഞ്ച് വീതി തന്നെ ആയിരിക്കണം കേട്ടോ ലാസ്റ്റ് വരെയും. എന്നിട്ട് ഇത്രയും ഓപ്പണിങ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ 1 സെൻറ്റിമീറ്റർ തന്നെ ഇല്ല കേട്ടോ, അത്ര ചെറിയ എലാസ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു 1 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എനിക്ക് ഒത്തിരി വീതിയുള്ളതും ടൈറ്റും ആകുമ്പോൾ വയറിന് വേദന ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. ഞാൻ പണ്ടൊക്കെ വള്ളിയായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പം പിന്നെ എല്ലാവരും എലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ എലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചാലും അതിൻ്റെ എലാസ്റ്റിക് ഫുള്ള് ഞാൻ കുത്തിയിരുന്ന് അഴിച്ച് വീണ്ടും ഈ എലാസ്റ്റിക് ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് ഇടാറുള്ളത്. ശരിക്കും അതും ഇതിനേക്കാളും മെനക്കേടാണ്. കാരണം അത് നല്ല സ്റ്റിച്ചായിരിക്കും. അത് ഫുള്ള് നമ്മൾ അഴിക്കണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ റെഡിമെയ്ഡ് അങ്ങ് മടിച്ചത്. ഇത് പിന്നെ 1-2 കടയിൽ കയറിയിട്ട് ഈ ഒരു കളർ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഓർത്ത് തുണി എടുക്കാം, നമുക്ക് അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തയ്ച്ചെടുക്കാമല്ലോ. പിന്നെ ഇത് വളരെ സിമ്പിളാണ് നമുക്ക് തയ്ച്ചെടുക്കാൻ. ഞാൻ എല്ലാ പാൻസും ഈ ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എലാസ്റ്റിക് ഞാൻ പുറത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് വേണമെങ്കിൽ പതിച്ച് തയ്ച്ചെടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് പതിച്ച് തയ്ച്ചെടുക്കുവാണെങ്കിൽ അത് പുറത്തേക്ക് തള്ളി നിൽക്കാതെ ഇരിക്കും. അപ്പോൾ എലാസ്റ്റിക് നിങ്ങൾക്ക് ഒരു നമ്മുടെ അരവണ്ണത്തിനേക്കാളും ഒരു 3 ഇഞ്ചോ 5 ഇഞ്ചോ കുറച്ച് എലാസ്റ്റിക് നമ്മൾ എടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. കാരണം ചിലർക്ക് നല്ല ഫിറ്റാണ് ഇഷ്ടം, ചിലർക്ക് നല്ല ലൂസാണ് ഇഷ്ടം. അപ്പോൾ അത് അവരോട് തന്നെ അളവെടുക്കുമ്പോൾ ചോദിക്കണം. നമ്മൾ ടേപ്പ് ഒന്ന് വയറിന് ചുറ്റും ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇത്രയും മതിയോ എന്നൊന്ന് ചോദിക്കണം. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. മിക്കവർക്കും ഫിറ്റാണ് വേണ്ടത്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ, അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചെടുത്തു. പിന്നെ നമുക്ക് നടുക്കൂടെ എലാസ്റ്റിക്കിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കുവാണെങ്കിൽ, ഇപ്പോൾ 1 ഇഞ്ചിൻ്റെയൊക്കെ വീതിയിലുള്ളത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ അകത്ത് കിടന്ന് ഇത് പൊളയുവാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടുക്കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വീതി ഇല്ലാത്ത എലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ ഏറ്റവും മുകളിലേക്ക്
പൊക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ വലിച്ച് നമ്മൾ ചെയ്യുകയാണ് കേട്ടോ. തുണി നന്നായിട്ട് വലിച്ച് വേണം ചെയ്യാനായിട്ട്, എങ്കിലേ ഉപ്പത്തിന് കിടക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. നല്ല ഭംഗിയുള്ള പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിട്ട് കാണിക്കാത്തത് നന്നായിട്ട് ഇരുട്ടായി, സന്ധിക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പൊളക്കൽ എനിക്ക് വന്നു കേട്ടോ. ചെറിയ എലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ കടത്തി എടുക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകും. പക്ഷേ വലിയ എലാസ്റ്റിക് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തയ്ച്ചപ്പം കയറി പിടിച്ചതാണ്. കുഴപ്പമില്ല, ഞാൻ ഇട്ട് നോക്കിയിട്ട് നല്ല കറക്റ്റ് ഫിറ്റാണ് എനിക്ക്. എലാസ്റ്റിക്കും വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ എലാസ്റ്റിക് വളയാതെ ശ്രദ്ധിച്ച് കടത്തി എടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ച് അകത്തേക്കിട്ട് കറക്റ്റ് നടുക്കൂടെ തന്നെ ഫുള്ള് ഒന്ന് ഓടിച്ച് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു, ബൈ.